പലരുടെയും മുഖംമൂടി മാറിക്കഴിഞ്ഞാൽ അവർ ലജ്ജിതരാകേണ്ടി വരും അല്ലേ? പക്ഷേ ലജ്ജിക്കുവാനുള്ള ഒരു സ്റ്റേജ് അല്ല. പ്രത്യുത വ്യാജം കാണിക്കാതെ, യാതൊരു രീതിയിലുള്ള വ്യാജ അനുഭവങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ പ്രദർശിപ്പിക്കുക. ഒറിജിനലായിട്ട് തന്നെ, യാതൊരു രീതിയിലുള്ള പ്രിട്ടൻഡൻസ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഒരു പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും പ്രിട്ടൻഡൻസ് ഉണ്ടാകുന്നുള്ളതാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നെന്മണിയും പതിരും തമ്മിലുള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പതിരും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പിടിച്ചു നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. കണ്ടാൽ അകത്ത് നിറവുള്ളതുപോലെയാണ് പതിരും ഇടപെടുന്നത്. ഈ ആത്മീയ മണ്ഡലത്തിലുള്ള പല ആളുകളുടെയും പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ജെനുവിനാണ്, നമ്മളങ്ങ് ചിന്തിച്ചു പോകും. ഞാൻ ആഫ്രിക്കയിൽ കെസ്ഫെറ്റ എന്ന് പറഞ്ഞ അവരുടെ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനിടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയിൽ അവിടെ ഒരു ക്യാമ്പ്, ഒരു വൺ ഡേ ക്യാമ്പ് നടക്കുക. ക്യാമ്പ് നടന്നപ്പോഴത്തേക്ക് രാവിലെ തൊട്ട് പാട്ടാണ്, ഭയങ്കര പാട്ട്. വേറെ ആരും അവർ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുമില്ല. മുഴുവൻ സമയം എന്തായിരുന്നു? പാട്ട്. പക്ഷെ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിന്തിച്ചു, എന്തോരും ഈ പിള്ളേരൊക്കെ എന്നോ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൻ്റെ സൗന്ദര്യം മാത്രമല്ല, കരങ്ങളെയൊക്കെ ഉയർത്തി ഇങ്ങനെ ഇടയ്ക്കൊക്കെ മുട്ടുകുത്തി നിന്ന് കണ്ണീരൊലിപ്പിച്ച് ബോനാ ബോന പറഞ്ഞ കർത്താവേന്ന ബോനാ ബോനാ എന്ന് പറഞ്ഞ് കരച്ചിലാണ്. ഭയങ്കര കരച്ചിലും, ഏങ്ങലടിച്ച് കരയുന്ന ചിലർ, ഭയങ്കര കരച്ചിൽ. ഞാൻ 4:45 പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒറ്റ ഒരെണ്ണം പോലും മീറ്റിങ്ങിനില്ല. എല്ലാം പെപ്സി കുടിക്കാൻ പോയിരിക്കുക. ഇത്രയും കിടന്ന് കരഞ്ഞതല്ലേ, അതിൻ്റെ ക്ഷീണം തീർക്കാൻ പെപ്സി കുടിക്കാൻ പോയിരിക്കുക. എനിക്കൊരു നോട്ട് കിട്ടി, 5:30 മീറ്റിംഗ് തീരുമെന്ന്. ഞാൻ 5:25 ആയപ്പോൾ പ്രസംഗം നിർത്തി. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. അപ്പം ഞാൻ ചിന്തിച്ച് ഇവരൊക്കെ വീട്ടിൽ പോയി കാണുമെന്ന്. ഞാൻ മീറ്റിംഗ് പ്രസംഗിച്ച് നിർത്തുകയും പാട്ടുകാരെല്ലാം അതേപോലെ തന്നെ അവിടെ പ്രത്യക്ഷരായിട്ടുണ്ട്. പിന്നെയും തുടങ്ങി. പക്ഷെ സത്യം എന്നറിയാമോ, ഈ കരച്ചിൽ ഇന്നലെ അവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചതാ. ഐ എം നോട്ട് ജോക്കിങ്. ഞാൻ ഇവരുടെ ഈ പ്രാക്ടീസിങ് സെഷനൊക്കെ, അവിടുത്തെ ആഫ്രിക്കയിലെ പല ചർച്ചസിനും ഈ പ്രാക്ടീസ് ശനിയാഴ്ച വൈകുന്നേരം ഇവർക്കെല്ലാം പിറ്റേ ദിവസത്തെ കൊയർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കൊയറിൻ്റെ പ്രാക്ടീസിനും ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് തന്നെ ഇവർ കരയും. കാര്യം എപ്പോഴൊക്കെ കരയണമെന്നും എപ്പോൾ മുട്ടുകുത്തണമെന്നും എപ്പോഴൊക്കെ ഏങ്ങലടിക്കണമെന്നും ഇവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ജോക്കിങ്. കാര്യം ഇത് പെർഫോമൻസാണ്. ഒരുപക്ഷെ ഹിൽ സോങ്സ് പാടിയ പാട്ടുമല്ലോ ആയിരിക്കും ഇവർ പാടുന്നത്. ഹിൽ സോങ്സിൽ പാടുന്നവൻ എപ്പോൾ കണ്ണ് തുടച്ചോ അന്നേരം ഇവനും കണ്ണ് തുടയ്ക്കും. ഹിൽ സോങ്സിൽ പാടിയവനെങ്ങാണ് അറിയാതെ മുട്ടുകുത്തിയെങ്കിൽ അവനും ഈ സമയത്ത് മുട്ടുകുത്തും. അതുപോലെ ആക്ട് ചെയ്യാണ്. പ്രിട്ടൻറ്റേഴ്സ്. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നതായ പ്രിട്ടൻറ്റിങ്. ഇതല്ലേ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ദൈവസഭയിലേതെന്ന് പറയുന്ന സംഘടനകളിലും സംഘങ്ങളിലും മീറ്റിങ്ങുകളിലും കാണുന്ന ഈ പെർഫോമൻസ്. പാട്ടുകാരെ മാത്രം പറയണ്ട, എത്രയോ പ്രസംഗകര്, ഫോറിൻ പ്രീച്ചേഴ്സിൻ്റെ ഒക്കെ മെസ്സേജസ് വീഡിയോയിലിട്ട് അവർ കൈ ഉയർത്തിയും അവർ നടക്കുന്നത് പോലെ നടന്നും അവർ തലയാട്ടുന്നത് പോലെ തലയാട്ടിയും പഠിച്ചു വെച്ച് കയറി നിൽക്കുന്ന പാർട്ടികളുണ്ട്. പെർഫോമൻസ്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അതാണ്, പെർഫോമൻസ്. പണ്ട് ഞാനിങ്ങനെ ഒരു സ്റ്റോറിയല്ല, നടന്ന ഒരു കാര്യമാണ്. പഴയ കാലത്തെ ഒരു വളരെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോൾ എവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാലും ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചേ പ്രസംഗം നിർത്തത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രൂശിലെ യേശു കർത്താവിൻ്റെ കൈകളിൽ ആണിയടിക്കുന്ന ഭാഗമൊക്കെ ഇദ്ദേഹം വിവരിക്കുമ്പോൾ ഇദ്ദേഹം ആത്മാർത്ഥതയോടുകൂടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹം കരയുമായിരുന്നു, നാച്ചുറലി കരയുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ പ്രസംഗം തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ ശിഷ്യൻ വീട്ടിൽ താമസിച്ചു, ഒരു രാത്രി താമസിച്ചിട്ട് തിരിച്ചു പോയപ്പം പ്രസംഗം എഴുതിയ കുറിപ്പ് അവിടെ മറന്നുപോയി. അപ്പം നമ്മുടെ കൂട്ടുകാരൻ ഈ കുറിപ്പെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ പ്രസംഗം അതുപോലെ എഴുതി വെച്ചിരിക്കുന്നുള്ളത് പോട്ടെ, എന്നിട്ട് ഈ ക്രൂശിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന കരങ്ങളിൽ ആണിയടിക്കുന്ന ഭാഗം എഴുതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുക, ഇവിടെ കരയുക. ആ പാവം പിടിച്ച ഉപദേശം അവിടെ കരഞ്ഞത് അയാളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞതാ. പക്ഷേ പ്രിട്ടൻഡർ എന്ത് ചെയ്യുന്നു? ആ നെന്മണിയെ പോലെ തന്നെ ഉള്ള ഒരു പതിര്. ഞാൻ ഇതൊക്കെ തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ ഇന്ന് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഈ ഇൻജെന്യുവിനിറ്റി സഭയിൽ നിന്ന് മാറിയേ പറ്റൂ. ദൈവസഭയിൽ നമ്മൾ ജെനുവിനായിരിക്കണം. ദൈവസഭയിൽ ഒരു കാരണവശാലും എന്തുണ്ടാകാൻ പാടില്ല? അഭിനയം ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ അഭിനയം ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ അഭിനയം ഉണ്ടാകാൻ പാടില്ല. സാക്ഷി പറയുമ്പോൾ അഭിനയം ഉണ്ടാകാൻ പാടില്ല. അഭിനയിക്കരുത്. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അഭിനയിക്കരുത്.
നിങ്ങളുടെ പ്രാർത്ഥന ഇച്ചിരി ഗ്രാമർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിനയിക്കരുത്. നിങ്ങൾ സാക്ഷി പറയുന്ന കൂട്ടത്തിൽ ഒരു മണ്ടത്തരം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അഭിനയിക്കരുത്. നിങ്ങളുടെ പ്രസംഗം അത്ര മെച്ചപ്പെട്ടതൊന്നും അല്ലെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അഭിനയിക്കാൻ പാടില്ല. അഭിനയിക്കാൻ പാടില്ല. നിങ്ങൾ ജെനുവിനായിരിക്കണം. നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതായിരിക്കണം നിങ്ങൾ പുറത്ത് കാണിക്കുന്നത്. ഒരിക്കൽ പുറത്തൊരു രാജ്യത്ത് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് അവൻ ചോദിച്ച ചോദ്യം ഇതാ. ഇപ്പോഴല്ല, ഒരു 20 വർഷം മുമ്പത്തെ കാര്യമാണ്. 20 വർഷം മുമ്പ് ഒരു ദിവസം ഞാൻ പുറത്തുള്ള സമയത്ത് ഒരാളെന്നെ ടെലിഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്താണോ തനിക്ക് പ്രസംഗിക്കുമ്പോൾ ചാടിയാലെന്നാ? പിന്നെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പിന്നെ? എന്ന് പറഞ്ഞു, ഇയാളെ ഞങ്ങൾ സഭയെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പോലെ നിന്ന് വർത്തമാനം പറയും, അയാളുടെ പ്രസംഗത്തിനിടയ്ക്ക് ഒന്ന് ചാടുകയോ ഒന്നും ഇല്ല. അപ്പം ഞാൻ ഫിന്നിയോട് പറഞ്ഞു, ഫിന്നി, ഞാൻ ചാടത്തില്ലെന്ന് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ അഭിനയിക്കത്തില്ല. ഞാൻ പറഞ്ഞത്, എനിക്ക് ചാട്ടം വന്നാൽ ഞാൻ ചാടും. അന്നേരം അല്ല, സാജുവിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ചാടത്തില്ലെന്ന്, അതുകൊണ്ട് ചാടത്തിനൊന്നുമില്ല. എനിക്ക് ചാടാൻ തോന്നിയാൽ ഞാൻ ചാടും. പക്ഷേ ഞാൻ എന്ത് ചെയ്യത്തില്ല? അഭിനയിക്കത്തില്ല. അഭിനയിക്കരുത്. പ്രസംഗത്തിൽ അഭിനയിക്കരുത്. പാട്ട് പാടുമ്പോൾ അഭിനയിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ അഭിനയിക്കരുത്. ദൈവസഭയിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ജെനുവിനായിരിക്കണം. ജെനുവിനായിരിക്കണം. ഉള്ളിൽ കാമ്പുള്ളവൻ അഭിനയിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തവനായി അഭിനയമെല്ലാം. ഉള്ളിൽ കാമ്പുള്ള അവനെ വീശുമുറം വന്നാൽ അവനെ ആരും എന്ത് ചെയ്യത്തില്ല? പറത്തിക്കൊണ്ട് പോകത്തില്ല. പക്ഷെ ഒരു കാര്യം, ഉള്ളിൽ കാമ്പില്ലാത്തവൻ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ അവൻ്റെ സ്ഥാനം കളത്തിന് പുറത്താണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുവരെ കളിച്ച് നടക്കും, ഇല്ലേ? അതുവരെ ഈ നെന്മണിയുടെ കൂടെ തന്നെ ഞാനും ആത്മീകനാണെന്നുള്ള നിലയിലൊക്കെ കളിച്ച് നടക്കും. പക്ഷേ ആത്മാവിൻ്റെ കൊടിയ കാറ്റടിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്തില്ല? അവരുടെ ഉള്ളിൽ എന്തില്ല? നെന്മണിയില്ല. അകക്കാമ്പില്ലാത്ത ആളുകൾ. അകക്കാമ്പില്ലാത്തവരാണ് അഭിനയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രസംഗകരാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും. ഇനി ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ അഭിനയിക്കരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം എല്ലാ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവസഭയും ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവസഭയിൽ ഉള്ള ആത്മീക ബന്ധങ്ങൾ, ദൈവസഭയിലെ വിശ്വാസികൾ അന്യോന്യമുള്ള ബന്ധം. അവിടെയാണ് നമ്മളോട് വന്നിരിക്കുന്നത്. അവിടെ പറയുമ്പോൾ ആദ്യം തന്നെ പോൾ പറയുന്ന കാര്യം നിങ്ങൾ അഭിനയിക്കരുതെന്നാണ്. ആദ്യം തന്നെ പറയുന്നത് കാര്യം ബാക്കി എന്തിനേക്കാൾ അപകടകരമാണ് എന്ത്? അഭിനയിക്കുക എന്ന് പറയുന്നത്. ഈ അഭിനയം മിനിസ്ട്രിയിൽ മാത്രമല്ല, അന്യോന്യമുള്ള കാര്യത്തിലും ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഭിനയിക്കാൻ പാടില്ല. ഇന്നിപ്പം ഭയങ്കരമായിട്ട് തകരുന്ന ഒരു കുടുംബജീവിതം തകരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ജെനുവിനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അഭിനയിക്കുന്നു. ഒറിജിനൽ അല്ലാതെ. ഒരു പക്ഷേ ഭാര്യയെ പേടിച്ചോ ഭർത്താവിനെ പേടിച്ചോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയത്തിലുള്ള, അവരുടെ മനസ്സിലുള്ളത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറയാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ആ കുടുംബജീവിതത്തിൽ നമ്മൾ ജെനുവിനായിരിക്കുന്ന ഒരു സ്റ്റേജ്. ഞാൻ വിവാഹത്തെക്കുറിച്ചുള്ള നമ്മുടെ മെസ്സേജസിനകത്തൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പുരുഷനും സ്ത്രീയും, ഭാര്യയും ഭർത്താവുമായിരുന്ന ആദമനും ഹവ്വയെക്കുറിച്ചും പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയതും ഇല്ല. നഗ്നരായിരുന്നു എന്ന് പറയുന്നത് ഫിസിക്കൽ നേക്കഡ്നെസ്സിനെ കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഇരുവർക്കും ഒളിക്കാനൊന്നുമില്ലായിരുന്നു. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എൻ്റെ ശരീരം മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം എനിക്ക് മറയ്ക്കണം. അതില്ലാത്ത സ്റ്റേജാണ് നഗ്നത എന്നവിടെ പറയുന്നത്. അതായത് ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അവർക്ക് അന്യോന്യം മറച്ചു വെക്കാൻ ഒന്നുമില്ലായിരുന്നു. കുടുംബജീവിതം ഭദ്രമാകുന്നതും ദൈവികമാകുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യോന്യം ഒന്നും മറയ്ക്കാനില്ലാത്ത വ്യക്തികളായി ഭാര്യയും ഭർത്താവും മാറുമ്പോഴാണ്. ദർ ഇസ് നത്തിങ് ടു ഹൈഡ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതല്ല. ഇന്ന് എല്ലാവരും എല്ലാം മറച്ചു വെക്കുകയാണ്. മിക്ക വിവാഹമോചനങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? അവർക്ക് അന്യോന്യം മറച്ചുള്ള ഒരു ജീവിതം. പ്രൈവറ്റ്, ദാറ്റ് ഈസ് മൈ പ്രൈവറ്റ് ലൈഫ്. ചിലർ പിന്നെ പറയും, ഓക്കെ, നിനക്ക് നിൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം. അതില്ല, അത് ഫാമിലി ലൈഫ് അല്ല. വേദപുസ്തക പ്രകാരമുള്ള കുടുംബജീവിതത്തിൽ അന്യോന്യം മറയ്ക്കാനൊന്നുമില്ലാത്ത ഭാര്യയും ഭർത്താവുമാണ് ഐഡിയലായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സ്വാഭാവികമായി മറ്റുള്ള ഏത് കാര്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, മറയ്ക്കാനൊന്നുമില്ലാത്തൊരു അനുഭവം മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിലുണ്ടോ? മാതാപിതാക്കൾ തന്നെ മക്കളെ മറച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. മക്കൾ മാതാപിതാക്കളെ മറച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ നമ്മുടെ അവിടെ തൊട്ടങ്ങ് തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. കൂട്ടുകാർ തമ്മിൽ മറയ്ക്കുന്ന അനുഭവം, സഹോദരങ്ങൾ തമ്മിൽ മറയ്ക്കുന്ന അനുഭവം,
സഭയിൽ മറച്ചു വെക്കുന്ന അനുഭവം. നമുക്ക് ആർക്കും ഫ്രീഡം ഇല്ല. മറച്ചു വെക്കുമ്പോൾ എന്തില്ല? നമുക്ക് ഫ്രീഡം നഷ്ടപ്പെടുകയാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. പല സമയത്തും ഈ സ്വാതന്ത്ര്യം നമുക്ക് പ്രായോഗിക തലത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ വേദപുസ്തകത്തില് ഗലാത്യ ലേഖനം വായിച്ചിട്ട് നമ്മളങ്ങ് പറയും സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പക്ഷെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അന്യോന്യ ബന്ധത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അയൽക്കാരനും തമ്മിൽ, സഭയിൽ സഹോദരനും സഹോദരനും തമ്മിൽ മറയ്ക്കാനൊന്നുമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ശരിക്കും ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഫോഷ്ക്ക് പറയുന്നു? ബിക്കോസ് വി ഹാവ് സംതിങ് ടു ഹൈഡ്. എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുന്നതിന് കാരണം ലജ്ജാകരമായ എന്തോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഹൈഡ് ചെയ്യുന്നത്. എൻ്റെ ഭാര്യ അറിയരുതാത്ത, എൻ്റെ ഭർത്താവ് അറിയരുതാത്ത, എൻ്റെ സഹോദരൻ അറിയരുതാത്ത ചില കാര്യങ്ങൾ, ഹൈഡ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം. ആർക്കും ഫ്രീഡം കൊടുക്കുന്നില്ല. ഭാര്യ ഭർത്താവിന് ഫ്രീഡം കൊടുക്കുന്നില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല. പേടിച്ചാ ജീവിക്കുന്നത്. ഓഫീസിൽ നിന്ന് വരാൻ അരമണിക്കൂർ താമസിച്ചാൽ ഉടനെ ഭാര്യയോട് ചോദിക്കും, എവിടായിരുന്നു ഇത്ര നേരം? അയാൾ എവിടെങ്കിലും പോയി, നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? അരമണിക്കൂർ താമസിച്ചാൽ ചിലപ്പോൾ എവിടായിരുന്നു ചോദിക്കും. 2.5 മണിക്കൂർ താമസിച്ചാൽ ഏത് അവരുടെ കൂടെ ആയിരുന്നെന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇതങ്ങ് മനസ്സിലങ്ങ് നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ ആയിരിക്കും എൻ്റെ ഭർത്താവ്, ഇങ്ങനെ ആയിരിക്കും. അത് തന്നെ മനസ്സിൻ്റെ ഒരു രോഗമാണ്, സംശയരോഗം. ഈ ഒരു സ്റ്റേജൊക്കെ മാറിയിട്ട് ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ?